ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ട് വന്നിരിക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. പഴംപൊരിയുടെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ വേണ്ടവർക്ക്. അപ്പം അതിനായിട്ട് മൈദമാവ് എടുത്തിട്ടുണ്ട്. കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, സോഡ പൗഡറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് പഞ്ചസാര, വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് തന്നെ മാവ് കലക്കിയെടുക്കണം കേട്ടോ. തിക്കായിട്ട് എടുത്താലേ നമുക്ക് നല്ല പൊന്തി വരുന്ന പഴംപൊരി കിട്ടുള്ളൂ. അതിനായിട്ട് സോഡപ്പൊടിയൊന്നും ആരും ചേർക്കണ്ട. പിന്നെ നമുക്കതിലേക്ക് വേണ്ട നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുക്കാം. 2 നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കാൻ, ഞാൻ കുറച്ച് നീളത്തിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കണം അതേ വലുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഴം നല്ല തിന്നായിട്ട് എടുക്കണം, തിക്കായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരിക്ക് സ്വാദം ഉണ്ടാവില്ല, കട്ടിയായിരിക്കും ഉള്ളിലത്തെ പഴവും നമ്മുടെ മാവും കൂടെ യോജിച്ച് പോകണമെങ്കിൽ നല്ല കനം കുറച്ച് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് 2 നേന്ത്രപ്പഴം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതേപോലെ തിക്കായിട്ടുള്ള മാവായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല പഴംപൊരി കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ കോട്ടിങ് ശരിക്കും പിടിക്കില്ല. അപ്പോൾ അതങ്ങനെ എടുക്കണം നമ്മൾ. എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചെടുത്ത കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷനാണ്. നല്ല മുരിഞ്ഞ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാം 4 മണിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പഴംപൊരിയാണ് റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും 4 മണി പലഹാരം അപ്ലോഡ് ചെയ്യാം കേട്ടോ.